ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് നേരത്തെ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അമ്മ ഇന്ന് അടിപൊളിയായിട്ട് ഒരു പായസം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ ഈ ഒരു അടിപൊളി പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പായസം. വളരെയേറെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൂവാണ് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ പീ ഫ്ലവർ, അതായത് നമ്മുടെ ശംഖുപുഷ്പം. തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ ഒട്ടും മറക്കല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വേഗം നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 ഫ്ലവർ, അതായത് നമ്മുടെ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കടായി എടുക്കുക. ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും നമ്മൾ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സാണുള്ളോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കാഷ്യൂ നട്ടും കിസ്മിസും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് ഈ വകയെല്ലാം പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതേ സെയിം കടായി ആ നെയ്യിൽ തന്നെ നമുക്ക് നമ്മുടെ ചൗവരി 1 കപ്പ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്താണ് അത് നമുക്ക് ഈ ഒരു നെയ്യിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് ആ ഒരു നെയ്യുടെ മണം നന്നായിട്ട് ചൗവരിയിലോട്ട് പിടിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ചൗവരി ആ നെയ്യിലോട്ട് ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചൗവരി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നമ്മുടെ ശംഖുപുഷ്പം ഇവിടെ ഏകദേശം ബോയിലായി വരുന്നുണ്ട്. നമ്മൾ അപ്പുറത്ത് നമ്മുടെ ചൗവരി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ശംഖുപുഷ്പം ഇവിടെ നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ റിലീസായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ബോയിലായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചൗവരിയിലോട്ട് ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നമ്മൾ ബോയിൽ ചെയ്തിരിക്കുന്നത് അത് നമ്മൾക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു പൂവിൻ്റെ അംശം നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമുക്ക് നന്നായിട്ട് ചൗവരി ഒന്ന് കുക്കായി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 10-15 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ചൗവരിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പാച്ചുലയിലോട്ട് കുറച്ച് ചൗവരി നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു പീസ് നമുക്ക് എടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച പാല് 1/2 ലിറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ല ബ്ലൂ കളറിൽ തന്നെ നമുക്ക് നമ്മുടെ പായസം ഇവിടെ പെർഫെക്റ്റ്ലി നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒന്ന് നമുക്കൊരു 10 മിനിറ്റ്സ് കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നല്ലൊരു ബോയിൽ വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ ഒരു പാടയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് റിലീസ് ആയിട്ടുണ്ട്. അതൊന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് ഞാൻ പഞ്ചസാരയാണ് പാലിലോട്ട്, അതായത് നമ്മുടെ പായസത്തിലോട്ട് ആഡ് ചെയ്യുന്നത്. മധുരം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തല്ലോ കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ ആയതിനു ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മധുരം താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തു. ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക്, അതായത് ഞങ്ങളുടെ ഇവിടെ അധികം മധുരം കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ 1/4 കപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഇനി ഞാൻ ആ പഞ്ചസാര ബാക്കി വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഏലക്ക പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും ആ ഒരു കിസ്മിസും ഇല്ലേ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സെർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് സെർവിങ് ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമുക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ഫ്ലവറിൻ്റെ ചൊവയോ ഒന്നുമേ ഉണ്ടാവില്ല. നിങ്ങൾ ഒന്നും പേടിക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ. ഇതിൻ്റെ പകരം നിങ്ങളുടെ പഞ്ചസാരയുടെ പകരം കൽക്കണ്ട ആണല്ലോ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു ഫ്ലവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല സിമ്പിൾ വേ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് ഈസി പായസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ഒന്ന് ചെയ്യണം കേട്ടോ. കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് നിങ്ങളുടെ വായിലോട്ട് ഒന്ന് വെച്ച് തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അടിപൊളി പായസം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തതിന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.